ഹലോ ഗൈസ്, കൊച്ചിക്കാർക്ക് മെയിൻ ഫെസ്റ്റിവൽ കൊച്ചിൻ കാർണിവൽ ആണെങ്കിൽ ഞങ്ങൾ കൊടുങ്ങല്ലൂരുകാർക്ക് അത് താലപ്പൊലിയാണ്. താലപ്പൊലി കാണാൻ പോയപ്പോൾ അവിടെ മണ്ണിട്ട് താഴത്ത ജനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പത്തെ ട്രെൻഡ് അനുസരിച്ച് ആരെങ്കിലും ടച്ച് ചെയ്ത് റീച്ച് ആവുന്ന അറിയുന്നത് സൂക്ഷിച്ചാൽ നടന്ന് അഫ്സൽ വായ പൊളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ തെറ്റിയിരിക്കണം. അത് വണ്ടർലയിലൊക്കെ കാണുന്ന ഈ ഒരു ഐറ്റം കണ്ടിട്ട് അത് കഴിഞ്ഞ് ന്യൂസ്റ്റ് അടിക്കാൻ കളിപ്പാട്ട കടയിൽ കയറി. ഇതായാലും തോക്ക് പണ്ടേ ഒരു വീക്ക്നെസ്. അഫ്സലാണെങ്കിൽ കാർ എടുത്ത് കളിയാക്കിയിട്ട് അവൻ ഇരുന്ന് ചിരിക്കുക. ഫെസ്റ്റിവലിൽ ഏതൊക്കെ റൈഡ് ഉണ്ടെന്ന് പറഞ്ഞാലും കൊലകൊമ്പന്റെ ദിവൻ അതീ കയറി കരഞ്ഞു മെഴുകുന്നവരെ കണ്ടിട്ട് പേടിച്ച് കയറാണ്ട് നിൽക്കുന്ന ദിവന്മാര് കളിയാക്കും. അങ്ങനെ അതൊക്കെ നോക്കി നിന്ന് മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു പയ്യനെ കണ്ടു. പെർഫ്യൂം ബിസിനസ്സിൽ സ്വന്തമായി തുടങ്ങിക്കൊണ്ട് അവൻ ഒറ്റയ്ക്ക് എന്ന് അത് കച്ചവടം ചെയ്യുക. ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വല്ലാത്തൊരു ഇഷ്ടം. നല്ല അടിപൊളി പെർഫ്യൂം ആയിരുന്നു. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവരെ പേജിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു കല്യാണത്തിനാണ്. ഫസ്റ്റ് എന്റെ ഡ്രിങ്കിന്റെ സെക്ഷനിൽ പോയി അവിടെ ഉണ്ടായിരുന്ന പല പല ഡ്രിങ്ക് ടെസ്റ്റ് അടിക്കാൻ തുടങ്ങി. ഇതിനിടെ മാറി നിന്ന് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരുന്ന അഫ്സലിനെ കാണാൻ അന്വേഷിച്ച് ചെന്നപ്പോ കണ്ടത് നമ്മുടെ നാട്ടിലെ കൂട്ടുകാരനായ കാർത്തികിന്റെ കല്യാണത്തിനാണ് നമ്മൾ പോയത്. കല്യാണത്തിനായി വന്ന മെയിൻ കാര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഫൈസലിനെ നമ്മൾ കണ്ടത്. അങ്ങനെ അവനെയും കൂട്ടി നമ്മൾ മെയിൻ ചടങ്ങിലേക്ക് കടന്നു. അതെ, ഫുഡ് അടിയിലേക്ക്. അവിടെ വിളമ്പാൻ നിൽക്കുന്നവർക്ക് വിഷമമുണ്ടാന്ന് വിചാരിച്ച് എല്ലാ ഐറ്റം അങ്ങോട്ട് വാങ്ങി. അങ്ങനെ വട്ടമിട്ടിരുന്ന് ഞങ്ങൾ അറ്റാക്ക് തുടങ്ങി. എത്ര റൗണ്ട് പോയിട്ടും ഒന്ന് എടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും കൈയിട്ട് വരുന്ന അഫ്സലിനെ കണ്ടു. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഒരേ ഹാളിൽ രണ്ട് കല്യാണം. ഒരു സ്ഥലത്ത് മഞ്ഞൾ കല്യാണമാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് റിസപ്ഷൻ. ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതേപോലെ ഏത് പരിപാടികളും ചെറിയ ബഡ്ജറ്റിൽ ലക്ഷറിയായി നടത്താൻ പറ്റിയ ഹാളാണ്. വട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ കൂട്ടാൻ്റെ ഒരു ഹാളാണ്. അപ്പൊ വേണ്ടവരൊന്ന് കോൺടാക്ട് ചെയ്തു. പിന്നെ കാണാൻ ബൈ.